തദ്ദേശ തെരഞ്ഞെടുപ്പില് കേരളത്തില് മത്സരിച്ച സ്ഥാനാർത്ഥികളോട് ഗ്ലോബൽ മലയാളി സംഘടനയുടെ പ്രതിനിധിയായ ദിലീപ് വൈ മീ എന്ന ക്യാമ്പയിൻ ഉദ്ദേശിച്ചുകൊണ്ട് ആ സ്ഥാനാർത്ഥികളോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. അപ്പൊ ആ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കിട്ടിയ വിവരങ്ങള് എന്തൊക്കെയാണെന്നുള്ളത് സെക്രട്ടറി നമ്മളെ പുതിയ നിങ്ങളോട് വിവരിക്കുന്നതാണ്. അപ്പൊ എന്തൊക്കെ ചോദ്യങ്ങളാണ് അവരോട് ചോദിച്ചിട്ടുള്ളത്, ആ ചോദ്യത്തിന് നിങ്ങൾക്ക് കിട്ടിയ മറുപടി എന്താണ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ് എന്നുള്ള പൊതുജനത്തിന് വേണ്ടി ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. തീർച്ചയായിട്ടും ഷാബുജി, വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. വൈ മീ എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ, എന്തുകൊണ്ട് വാർഡ് മെമ്പർ എന്തിന് എനിക്ക് വേണ്ടി വോട്ടിടണം എന്ന ഒരു പേര് വരുന്ന രീതിയിലാണ് വൈ മീ എന്ന പേര് കൊടുത്തതും ആ ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പരമാവധി വാർഡ് മെമ്പേഴ്സിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചതും. അപ്പോൾ ഞാനും അതുപോലെ നമ്മുടെ സെക്രട്ടറി സജു സൗണ്ട് ഓഫ് സിറ്റീസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവരെല്ലാം ഇന്റർവ്യൂ ചെയ്യുകയുണ്ടായി. നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു, വളരെ എല്ലാ സ്ഥലങ്ങളിലും എത്താൻ പറ്റിയിട്ടില്ല. എന്നിരുന്നാലും ഒരു 125ഓളം വാർഡ് മെമ്പേഴ്സിനെ നമുക്ക് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഷാബുജിയുടെ ആദ്യമേ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ കോളിന് നമ്മളെ വിളിച്ച് ഈ ഇന്റർവ്യൂ നടത്താൻ സ്കോട്ട്ലൻഡാണ് ഷാബുജി താമസം. അത്രയും ദൂരത്ത് നിന്നിട്ടാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ കാര്യങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആണ്. അതറിയാൻ വേണ്ടി കാണിച്ച താല്പര്യത്തിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രവാസികളാണ് നിൽക്കുന്ന ഒരുപാട് പേര് നാട്ടിലെ കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റഡ് ആണ് നാട്ടിലുള്ളവരെക്കാളും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഞാൻ ഒന്ന് ബ്രീഫ്ലി പറയാം. ഏതാനും ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് താങ്കൾ വാർഡ് മെമ്പറായി മത്സരിക്കാൻ തീരുമാനിച്ചത്? അത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യനെ ചോദിച്ചപ്പോൾ മിക്ക വാർഡ് മെമ്പേഴ്സും ഏതാണ്ട് ഒരുപോലത്തെ ആൻസർ തന്നെയാണ് പറഞ്ഞിരുന്നത്. ഞങ്ങളുടെ സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരെ സഹായിക്കുക, ഭവനരഹിതരായിട്ടുള്ളവർക്ക് വീടുകൾ വെച്ചു കൊടുക്കാൻ സഹായിക്കുക, പൊളിഞ്ഞു കിടക്കുന്ന റോഡുകൾ നേരെയാക്കുക, സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തിക്കുക. അപ്പൊ ഇങ്ങനെ സാമൂഹ്യ വിഷയങ്ങൾ ഇത് തന്നെയാണ് എന്നെ ഒരു വാർഡ് മെമ്പറായിട്ട് മത്സരിക്കാൻ പ്രേരിപ്പിച്ചത് എന്നുള്ളതായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ വാർഡ് മെമ്പേഴ്സും ഒരേപോലത്തെ ആൻസർ തന്നെയാണ് പറഞ്ഞത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഞാൻ താങ്കൾക്ക് വോട്ടിടുകയാണെന്നുണ്ടെങ്കിൽ അത് താങ്കളുടെ വ്യക്തിത്വത്തിനാണോ അതോ താങ്കൾ മത്സരിക്കുന്ന പാർട്ടിയുടെ പേരിലാണോ വോട്ടിടേണ്ടത് എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ചോദ്യം. അതിൽ ഡിഫറന്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് ലഭ്യമായിട്ടുള്ളത്. ചിലർ പറഞ്ഞു ഞാൻ എന്ന വ്യക്തിയുടെ, എന്റെ പ്രവർത്തനത്തിന്റെ മികവും ഞാൻ സാമൂഹിക പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഉള്ള എന്റെ പ്രവർത്തനങ്ങളെ വാല്യൂ ചെയ്തുകൊണ്ട് വോട്ടിടുക എന്നുള്ളതാണ്. പിന്നെ മറ്റു ചിലർ പറഞ്ഞത് രണ്ടും, പാർട്ടിയുടെ പ്രവർത്തനങ്ങളെയും വ്യക്തിത്വത്തെയും കൂടി പിന്നെ കണക്കിൽ എടുത്തുകൊണ്ട് വോട്ടിടുക എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ മൂന്നാമെന്ന് പറയുന്നത്, താങ്കൾ മത്സരിക്കുന്ന വാർഡിൽ എത്ര കുടുംബങ്ങൾ ഉണ്ട്, ജനസംഖ്യ എത്ര, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ എത്ര, ഈ വാർഡിൽ പുരോഗമനം ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയായിരുന്നു ജനറലി ചോദിച്ചിരുന്നത്. അതിൽ കുറച്ചു പേർക്കൊക്കെ അപ്രോക്സിമേറ്റ് ഒരു റഫ് ഐഡിയ എത്ര പേരാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളതെന്നും ഭവനരഹിതരായിട്ടുള്ളതെന്നും റഫ്ലി അറിയാമായിരുന്നു. ബാക്കിയുള്ളവർക്ക് അതിന്റെ കൃത്യമുള്ള കണക്കുകൾ അറിയില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ ഈ വോട്ട് ശേഖരണമോ അല്ലെങ്കിൽ വോട്ട് ചോദിച്ചുകൊണ്ടുള്ള ഇവരുടെ യാത്രക്കിടയിലെങ്കിലും ഇത്തരം കാര്യങ്ങൾ അവർ നോട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇതിനോടുള്ള സജഷൻ. പിന്നെ എന്ന് പറയുന്നത്, താങ്കളുടെ പഞ്ചായത്തിലെ കുറ്റകൃത്യങ്ങളുടെ എണ്ണം, നിലവിലെ ക്രൈം റേറ്റ്സ് എത്രയാണ് എന്നുള്ളതായിരുന്നു അടുത്ത ചോദ്യം. ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുന്നതിനായിട്ട് താങ്കൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അത് മിക്കവരും ഞങ്ങൾ അറിയുന്ന ചില വാർഡുകളിൽ ഓബിയസ്ലി ക്രൈം റേറ്റ് കൂടുതലായിരുന്നു. പക്ഷെ അവർ പറയുന്നത് ക്രൈം റേറ്റ് കുറവാണ് എന്നുള്ളതാണ്. താരതമ്യേന കമ്പയർ ടു അതർ പഞ്ചായത്തുകൾ വളരെ കുറവ് എന്നാണ് പറഞ്ഞത്. ഒന്നോ രണ്ടോ പേർ, വിരലെണ്ണാവുന്ന 2 പേർ മാത്രമാണ് വളരെ വ്യത്യസ്തമായ ആൻസർ പറഞ്ഞത്. സമൂഹത്തിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ആണ് നടത്തേണ്ടത് എന്നുള്ളൊരു വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞു. ബാക്കിയുള്ളവർ മിക്കവരും ക്രൈം റേറ്റിനെ കുറിച്ച് അറിയില്ല, കൃത്യമായി അറിയില്ല. അവസാന ചോദ്യം എന്ന് പറയുന്നത്, കുറ്റകൃത്യങ്ങൾ താങ്കൾ ഇലക്ഷൻ പ്രചരണത്തിനൊപ്പമോ അതിനുശേഷമോ കൂടെ നിൽക്കുന്ന പ്രവർത്തകരിൽ ആരെങ്കിലും കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടു കഴിഞ്ഞാൽ അവരെ മാറ്റി നിർത്തുമോ, അവരുടെ നിലപാട് എന്തായിരിക്കും? എല്ലാവരും പറഞ്ഞത് കുറ്റകൃത്യങ്ങളെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മളതിനെ കണ്ടത്. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ, ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ ഒന്നും തന്നെയും ഒരു കാരണവശാലും അവരുടെ ഇലക്ഷൻ പ്രചരണത്തിനായിട്ട് കൂടെ കൂട്ടില്ല. അങ്ങനെ പിന്നെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉള്ള ആൾക്കാരുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരുടെ പാർട്ടിയുടെ ഫ്യൂച്ചർ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുത്തില്ല. ഒരു കാരണവശാലും അവരെ പോലീസ് കേസുമായിട്ടോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സപ്പോർട്ടുകൾ പാർട്ടിയുടെ ഭാഗത്തുനിന്നോ അവരുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകില്ല, സപ്പോർട്ട് ഉണ്ടാകില്ല എന്നാണ് എല്ലാവരും ആ ഒരു ചോദ്യത്തിന് മാത്രം എല്ലാവരും കൃത്യമായിട്ട് ഒരുപോലെ ആൻസേഴ്സ് പറഞ്ഞു. അപ്പൊ ഇത്രയുമായിരുന്നു നമ്മുടെ ക്യാമ്പയിനിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് ചോദ്യങ്ങൾ. ഷാബുജി എങ്ങനെ കാണുന്നു ഈ ക്വസ്റ്റ്യൻസിനെ ഒന്ന് പറയാമോ? ജനറലി ഇത് പറയുകയാണെങ്കിൽ നമ്മുടെ സാധാരണ പഞ്ചായത്തിൽ കാണുന്ന രീതിയിലുള്ള ഒരു
വികസന മോഡലാണ് അവരെല്ലാവരും പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഇപ്പൊ റോഡ് വികസനമായാലും ഇലക്ട്രിക് പോസ്റ്റുകളിൽ ലൈറ്റ് ഇടുക, അങ്ങനെയൊക്കെയുള്ള അവർ കണ്ടു വളർന്ന ഒരു കാര്യങ്ങളാണ് അവർ പറയുന്നത്. പക്ഷെ പുതുതായിട്ടുള്ള ഐഡിയകളൊന്നും ഈ പറയുന്ന പുതുതായി തിരഞ്ഞെടുപ്പ് വരാൻ ഉദ്ദേശിക്കുന്നവര്, പുതുതായിട്ട് വരുന്നവര് ആദ്യം അറിഞ്ഞിരിക്കേണ്ട വാർഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് വാർഡിൽ എത്ര പേര് കൃത്യമായി താമസിക്കുന്നുണ്ട്, ദാരിദ്ര്യക്ക് താഴെ എത്ര പേരുണ്ട്, അവരെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള അങ്ങനെയുള്ള വലിയ അവർക്ക് പ്രായോഗികമായിട്ട് പുതിയ തലമുറയ്ക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്രിയാത്മകമായ ഒരു ഡെവലപ്മെന്റ് രീതിയിലുള്ള ഒരു ഉത്തരവൊന്നുമല്ല. അതായത് ഷാബുജി പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ആൻസേഴ്സ് അല്ല ആരുടെ ഭാഗത്തു നിന്നും കിട്ടിയിരിക്കുന്നത്, പരമ്പരാഗതമായി ചോദിച്ചു വരുന്ന കണ്ടുവരുന്ന അതേ രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് ഇപ്രാവശ്യം കാൻഡിഡേറ്റ്സ് ആയിട്ട് നിൽക്കുമ്പോൾ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അല്ലേ? കൃത്യമായിട്ടും അങ്ങനെയാണ്. അതായത് പുതിയ ഐഡിയകളൊന്നും ഈ പറയുന്ന കാര്യത്തിലൊന്നും വരുന്നില്ല. ഇപ്പൊ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ഡ്രഗ്സ് ഒക്കെ നമ്മൾ കേരളത്തിൽ ഭയങ്കരമായിട്ട് പഞ്ചായത്ത് മേഖലകളിലും സ്കൂളുകളിലും ഒക്കെ വരുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അവർക്ക് ഒരു കാര്യവും അവര് അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നില്ല. ക്രൈം റേറ്റുകൾ കൂടി വരുന്നു, അതിനെക്കുറിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, അതെല്ലാം ചെയ്യേണ്ട ഒരു അടിസ്ഥാനപരമായ ഒരു വികസനം നടക്കേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്ന പഞ്ചായത്താണ്. അപ്പൊ അവിടെ അത്തരം കാര്യങ്ങളൊന്നും ഇല്ല. എങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. വ്യത്യസ്തമായ ചില ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് ചിലപ്പോൾ കണ്ട് വളരുന്ന രീതിയിലുള്ള ആൻസറുകൾ മാത്രമേ അവർക്ക് തരാൻ കഴിയൂ. എന്നാലും മറ്റ് പഞ്ചായത്ത് മെമ്പേഴ്സിനും ഇനി ഈ വരുന്ന പഞ്ചായത്ത് മെമ്പേഴ്സിനും ഒക്കെ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ സഹായിക്കും, അല്ലെങ്കിൽ സഹായകരമാവും എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ വാർഡ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞ വ്യക്തിത്വങ്ങൾ തങ്ങളുടെ പ്രവർത്തന മേഖലയെ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എവിടെയാണോ മത്സരിക്കുന്നത് അവിടെയുള്ള ജനങ്ങളെ അറിയുക, അവിടെയുള്ള പ്രശ്നങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിനോട് എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും പറയുന്നത് ഈ ഒരേ കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി, ഇപ്പൊ എക്സാമ്പിൾ ഒരു 40 വർഷം എടുത്ത് നോക്കാം നമുക്ക്. ഈ 40 വർഷത്തിനകത്ത് മാറി വരുന്ന ഭരണ സംവിധാനങ്ങളും ഇവര് വാർഡ് മെമ്പേഴ്സും എല്ലാം തന്നെ പറയുന്നത് ഒരേ കാരണങ്ങളല്ലേ? അതായത് ഈ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരും ഈ ഭവനരഹിതരും ഇതേപോലെ ട്യൂബ് ലൈറ്റിന്റെ പ്രശ്നങ്ങളും റോഡ് ശരിയാക്കലും. അപ്പൊ എന്തുകൊണ്ട് ഇപ്പൊ എക്സാമ്പിൾ നിങ്ങൾ പ്രതിപക്ഷത്താണെന്നുണ്ടെങ്കിൽ ഭരണപക്ഷത്തിന്റെ ഇരിക്കുന്നവരെ അവരെക്കാളും കൂടുതൽ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. അപ്പൊ എന്തുകൊണ്ട് കഴിഞ്ഞ 5 വർഷം ഈ ഭരണം ശരിയല്ല, ഈ ഭരണത്തിലൂടെ വികസനങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുന്ന വികസനം സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ പ്രതിപക്ഷം അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സാമൂഹിക പ്രവർത്തകൻ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ഒരു ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണല്ലോ ഇത് കീപ്പ് ഓൺ, എല്ലാ വർഷവും എല്ലാ 5 വർഷം കഴിയുമ്പോഴും വീണ്ടും ഇതുപോലെ തന്നെ ഇതേ കാര്യങ്ങൾ പരിഹരിക്കപ്പെടാതെ വീണ്ടും അത് ഇലക്ഷന് വോട്ട് ചോദിക്കാനുള്ള ഒരു ടൂളാക്കി നിങ്ങൾ സൂക്ഷിക്കുകയാണോ എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ചോദ്യം. അതുകൊണ്ടാണ് ഇപ്പൊ കഴിഞ്ഞ 5 വർഷം കൊണ്ട് മാറിയെന്നുണ്ടെങ്കിൽ ഈ വർഷം വരുമ്പോൾ അതേ റീസൺസ് വരേണ്ട കാര്യമില്ലല്ലോ. പുതുതായിട്ട് മറ്റെന്തെങ്കിലും വിഷയങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാം. അതുപോലെ തന്നെ ഇനി അടുത്ത 5 വർഷങ്ങൾ കഴിയുമ്പോഴും ഇതേപോലെ തന്നെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡുമായിട്ടാണോ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഇത് തന്നെയല്ലേ കഴിഞ്ഞ 5 വർഷവും പറഞ്ഞത്? അപ്പൊ ഇവിടെ എന്താണ് ആക്ച്വലി നിങ്ങൾ ഭവനരഹിതർക്ക് ഭവനങ്ങൾ നിർമ്മിച്ച് നൽകുന്നില്ലയോ? നിങ്ങൾ തെരുവുവിളക്കുകൾ കൃത്യമായിട്ട് കത്തിക്കുന്നില്ലയോ? റോഡുകൾ വികസിപ്പിക്കുന്നില്ലയോ? എന്തുകൊണ്ടാണ് വീണ്ടും എവറി 5 years നിങ്ങൾ എന്തിനാണ് സെയിം ക്വസ്റ്റ്യൻസുമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എനിക്ക് പൊതുജനങ്ങളെടുത്ത് പറയാനുള്ളത്, ഈ കൃത്യമായിട്ട് ഓരോ മാസവും വികസന പ്രവർത്തനങ്ങളെ കൃത്യമായി മോണിറ്റർ ചെയ്യപ്പെടുകയും നിങ്ങളുടെ മേഖലകളിലുള്ള പ്രശ്നങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുകയും അത് ഇവർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതും, പിന്നെ അതുപോലെ തന്നെ വോട്ട് ചോദിച്ചു വരുമ്പോഴുണ്ടാകുന്ന അതേ ആറ്റിറ്റ്യൂഡ്, അതേ സ്മൈൽ, അതേ വിനയം, ഇതൊക്കെ തന്നെയാണോ വോട്ട് ചോദിച്ചതിന് ശേഷവും അധികാരത്തിലെത്തിയതിനു ശേഷവും കാണിക്കുന്നത് എന്നുള്ളത് പ്രത്യേകമായിട്ട് മോണിറ്റർ ചെയ്യണം. വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കുമോ കൃത്യമായിട്ട്? അതുപോലെ തന്നെ പരാജയപ്പെട്ട വാർഡ് മെമ്പേഴ്സിന്റെയും അതുപോലെ തന്നെ അവർക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. തോറ്റു എന്നുകൊണ്ട് മാറി നിൽക്കേണ്ട കാര്യമില്ല. അവർ ഇവരെ കൊണ്ട് കൃത്യമായിട്ട് ചെയ്യിപ്പിക്കുന്നു. വീണ്ടും സോഷ്യൽ ആക്ടിവിറ്റീസ് ആൻഡ് സോഷ്യൽ ഇഷ്യൂസിൽ റെസ്പോൺസിബിൾ ആയിട്ട് മുന്നോട്ട് വരുന്നോ എന്ന് മോണിറ്റർ ചെയ്യാൻ പൊതുജനങ്ങൾ തയ്യാറാകണം. അവർ മുന്നോട്ട് വരണമെങ്കിൽ മാത്രമേ ഇതിനൊരു മാറ്റം ഉണ്ടാകില്ലെന്നുണ്ടെങ്കിൽ അടുത്ത 5 വർഷം കഴിയുമ്പോൾ വീണ്ടും ഇതേ ക്വസ്റ്റ്യൻസുമായിട്ട് ഇതേ പ്രശ്നങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എല്ലാ പാർട്ടികളും എത്തുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയും അവിടെ പുരോഗമനം മുരടിക്കുകയും ചെയ്യും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമ്മുടെ സെക്രട്ടറി ശ്രീ സജീവിന്റെ എക്സ്പീരിയൻസ് അദ്ദേഹം പറയട്ടെ. ഓക്കെ, സന്തോഷം. ഈ സ്കോട്ട്ലാൻഡിൽ നിന്ന് അദ്ദേഹം നമ്മളെ വിളിച്ച് ഈ കാര്യങ്ങൾ ചോദിക്കാൻ വിളിച്ചത് തന്നെ വളരെ പ്രത്യേക അഭിനന്ദനം അദ്ദേഹം അറിയിക്കുന്നുണ്ട്. ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പൊതുവെ ഉണ്ടായ വിഷയങ്ങൾ ശ്രീ ദിലീപ് താങ്കൾ പറഞ്ഞ എല്ലാം തന്നെ വളരെ അർത്ഥവത്തമായ കാര്യമാണ്. എനിക്കും സെയിം ആയിട്ടുള്ള അനുഭവങ്ങൾ തന്നെയാണ് ഈ 5 ചോദ്യങ്ങളിലും ഉണ്ടായിരുന്നത്.
പക്ഷെ വളരെ വ്യത്യസ്തമായ ചില അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. ഭൂരിപക്ഷം ആൾക്കാരും അവർക്ക് എന്തിനു വേണ്ടിയാണ് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയാൻ പലർക്കും മടിയുണ്ടായിരുന്നു. പലരും അവരുടെ വ്യക്തിപരമായ താല്പര്യമാണെന്ന് പറയാൻ മടിക്കുന്നുണ്ടായിരുന്നു. ചിലർക്ക് പറയുന്നുണ്ട് അവർക്ക് ഞാൻ പ്രതികരിക്കുന്ന പാർട്ടിയുടെയോ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പ്രതികരിക്കുന്ന സംവിധാനത്തിന്റെയോ ഭാഗമായിട്ട് ഞാൻ മത്സരിക്കാൻ തയ്യാറായിരുന്നു. അതിനൊപ്പം തന്നെ എന്റെ വ്യക്തിപരമായ താല്പര്യത്തിനും വരുന്നു എന്ന് അഭിപ്രായപ്പെട്ടവരും ഉണ്ട്. അപ്പോൾ അങ്ങനെ അഭിപ്രായപ്പെടുന്നവരാണ് ഭൂരിപക്ഷം നമ്മൾ കണ്ടതെങ്കിലും ചുരുക്കം ചിലർ പറഞ്ഞത് എനിക്ക് പൊതുസമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ ചുരുക്കം ചില ആൾക്കാരുണ്ട്. അത് വിരലുണ്ടാകുന്ന ആൾക്കാർ മാത്രമേ അത്തരത്തിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതല്ലാതെ എനിക്ക് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട്, അതായത് പൊതുവെ ഒരു പഞ്ചായത്തിലോ അല്ലെങ്കിൽ വാർഡിലോ എന്തെങ്കിലും തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എല്ലാ ഭൂരിപക്ഷം ആൾക്കാരും ഈ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതെന്ന്, അതായത് ഇലക്ഷൻ മത്സരിക്കുന്നതെന്നാണ് ഭൂരിപക്ഷം ആൾക്കാരെ മറുപടിയെങ്കിലും വ്യത്യസ്തമായി ഒരാളിൽ നിന്ന് മാത്രം എനിക്ക് അത്തരത്തിലല്ലാതെ ഒരു അഭിപ്രായം കിട്ടിയിരുന്നു. അദ്ദേഹം ആ പഞ്ചായത്തിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞു. ഇന്ന പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്, ഇന്ന പ്രശ്നങ്ങൾക്ക് ഞാൻ ഇന്ന പരിഹാരങ്ങൾ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അവിടെ കുടിവെള്ളത്തിന് ചെറിയ പ്രശ്നങ്ങളുണ്ട്, അത് കാലങ്ങളായിട്ട് നിലനിൽക്കുന്നതാണ്. അതിനുള്ള ഒരു പദ്ധതി ഞാൻ രൂപീകരിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിൽ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചിരുന്നു. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾക്കും മറ്റുമൊക്കെ സ്പോർട്സ് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്കൊരു സ്പോർട്സ് ചെയ്യാനുള്ള സംവിധാനം, അതിനുള്ള ഒരു സംവിധാനം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ജനങ്ങളുടെ സമ്മതത്തോട്, ജനങ്ങളുടെ ഏകോപനത്തോടു കൂടി ചെയ്യാമെന്നൊരു താല്പര്യം കാണിക്കുന്നു. അങ്ങനെ അവിടെ ഉണ്ടാകുന്ന ദാരിദ്ര്യ ആൾക്കാർക്കുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, അവരുടെ ചികിത്സാ സംബന്ധമായ ചില പ്രശ്നങ്ങൾക്ക് ഉണ്ടാകുന്ന പരിഹാരങ്ങൾ, അതുപോലെ ഇപ്പോൾ നിലനിൽക്കുന്ന പൊതുവായിട്ടുള്ള ചില വിഷയങ്ങൾ, മദ്യവും മയക്കുമരുന്ന്, ഇതിനൊക്കെ വേണ്ടുന്നുള്ള ഒരു ഏകീകരണ സമിതി, അതൊക്കെ രൂപീകരിക്കണമെന്ന് ഇത്രയും ആൾക്കാരിൽ നിന്ന് ഒരാളിൽ നിന്ന് മാത്രം ഇത്തരത്തിലുള്ള അഭിപ്രായം. ബാക്കി എല്ലാവരും പൊതുവെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, ഉണ്ട്, പക്ഷെ ഉണ്ടായിരിക്കാം എന്നൊക്കെ ഉള്ള ഒരു അഭിപ്രായം മാത്രമേ. ഈ പറഞ്ഞ ദിലീപായി പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ദിലീപായി പറഞ്ഞതുപോലെ തന്നെ ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് ഒരു പഞ്ചായത്തിൽ എത്ര പേരുണ്ട്, അല്ലെങ്കിൽ എത്ര പ്രശ്നക്കാർ എത്രയാണ് എന്നുള്ള കാര്യങ്ങൾ അറിയത്തില്ല. പൊതുവെ ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാതെ ഒരു വാർഡ് മെമ്പറായിട്ടോ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറായിട്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ അവിടുത്തെ ഒരു ജനസമ്മതിയായിട്ട് വരികയാണ്. അവർ അറിഞ്ഞിരിക്കേണ്ട പൊതുവെ അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അവരുടെ വേണ്ടത് അവർക്ക് വിഷയങ്ങൾ എന്താണ് ആരും തന്നെ മനസ്സിലാക്കിയിട്ടല്ല മത്സരിക്കാൻ നിൽക്കുന്നത് തോന്നുന്നു. സജുവിന്റെ സൗണ്ട് ബ്രേക്ക് ആവും. സോറി ടു ഇന്ററപ്റ്റ് യു. സജുവിന്റെ സൗണ്ട് ബ്രേക്ക് ആവുന്നില്ല. പ്രോബ്ലം വിത്ത് സിഗ്നൽ. ഒരു സമ്മതിദായകനായിട്ട് വരുമ്പോൾ അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഡ്യൂട്ടീസ് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മിക്കവാറും മത്സരിക്കാൻ നിൽക്കുന്ന കാൻഡിഡേറ്റ്സ് ഒന്നും തന്നെ ഭൂരിപക്ഷം ആൾക്കാരും കാണാതെ മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ നിലവിൽ നിൽക്കുന്നവർ പോലും അതെന്താണ് അവരുടെ ഡ്യൂട്ടീസ് എന്ന് അറിയാതെയാണ് പലപ്പോഴും മത്സരത്തിൽ നിൽക്കുന്നതെന്ന് അവരുടെ ഉത്തരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പഞ്ചായത്ത് 5 വർഷം നിൽക്കുകയാണെങ്കിൽ അവർക്ക് എന്തൊക്കെ അവിടെ ചെയ്യണം എന്നുള്ളതും അത് എങ്ങനെയൊക്കെ അവർ ഏകോപനം ചെയ്യേണ്ടെന്നും പലപ്പോഴും അറിയാറില്ല. അപ്പം അത്രയും ആൾക്കാരെ കണ്ടെത്തി മത്സരങ്ങൾ നിർത്തുവാനുള്ള ജനങ്ങളുടെ ഒരു ആവശ്യത്തെ ഇപ്പോഴും നിറവേറ്റാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ബേസ് ആയിട്ട് കുറച്ച് പ്രവർത്തനങ്ങളുടെ മഹിമയോട് കൂടിയായിരിക്കും ഭൂരിപക്ഷം ആൾക്കാരും പലപ്പോഴും മത്സരങ്ങളിൽ പങ്കെടുക്കാറുള്ളത്. അല്ലാതെ അത് എന്തിനു വേണ്ടിയാണ് അവർ മത്സരിക്കുന്നത് പലപ്പോഴും അറിയില്ല. അതിന് വന്നതിന് ശേഷം പഠിച്ച് മനസ്സിലാക്കി ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഭൂരിപക്ഷം നമുക്ക് ഈ മത്സരങ്ങളിൽ നിന്നൊക്കെ കാണാൻ കഴിയാറുള്ളത്. അപ്പൊ അത്തരം കാര്യങ്ങളെ മാറ്റി നിർത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇനി തുടർന്ന് വരുന്ന ഭരണങ്ങളിലായാലും അല്ലെങ്കിൽ ഇനി വരുന്ന ഇലക്ഷനുകളിലായിരുന്നാലും ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഒരു ഇലക്ഷൻ വരുന്ന ഒരാളിന് കൃത്യമായ ഒരു ഇന്റർവ്യൂ, അതായത് സർക്കാർ നിലവാരത്തിൽ അവർ എന്തിനൊക്കെയാണ് വന്നതെന്നുള്ളത് വ്യക്തമായി അവർ മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഈ കാര്യങ്ങളൊക്കെ വ്യക്തത വരുത്തിയതിനു ശേഷം മാത്രമേ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കാവുന്നൊരു അഭിപ്രായം കൂടെ എനിക്ക്. തീർച്ചയായിട്ടും 100% ഞാൻ യോജിക്കുന്നു. കൃത്യമായിട്ട് ഒരു മോണിറ്റർ ആൻഡ് കറക്റ്റ് കാൻഡിഡേറ്റ് ആണെന്ന് ഈ ഓരോ പാർട്ടികളുടെയും റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. ജനസമ്മതനായിരിക്കാം, പക്ഷെ ജനസമ്മതനാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ജനസമ്മതനായി മാറി എന്നുള്ളതും കൂടി തിരക്കേണ്ട കാര്യമുണ്ട് അല്ലെ. ഈ പറഞ്ഞ പോലെ ഒരു ക്വാളിറ്റി ചെക്സ് ഉറപ്പായിട്ടും ഉണ്ടാവണം. അത് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അവരുടെ സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കേണ്ട എന്താണ് അവരുടെ അത് ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത്. ഒരു പഞ്ചായത്ത് മെമ്പർ ആയിരിക്കുമ്പോൾ അവർ എന്തൊക്കെ ചെയ്തിരിക്കണം എന്ന് അറിയാൻ കഴിയാത്ത ഒരാളിനെ പോലും ഇലക്ഷന് നോമിനേറ്റ് ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. അതിന് ആ ഒരു ഇന്റർവ്യൂ പോലെ ആ ഇലക്ഷൻ സമയത്ത് നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് ഇന്റർവ്യൂ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതായത് ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ ഉണ്ടാവേണ്ടത് നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ള അവർ വ്യക്തമായിരിക്കും. അപ്പോഴെങ്കിലും അവർ പഠിക്കും ഇതിന്റെ കാര്യങ്ങൾ അറിയാൻ ചെയ്യാനുമാണ് ഞാൻ ഈ ഡ്യൂട്ടിക്ക് ഇറങ്ങിയതെന്ന് ചിന്തിക്കാൻ അവർക്ക് കഴിയും. അവർക്ക് കൊടുക്കുന്ന ഒരു സർവീസാണ് പൊതുജനങ്ങളെ ചെയ്യുവാനും പൊതുജനങ്ങളുടെ നിന്നും ഒരു ശമ്പളം വാങ്ങിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് വേണ്ടി ഒരു സർവീസ് ചെയ്യാൻ അവർ ഇറങ്ങിത്തിരിക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണെന്നുള്ളത് ഓരോ അംഗങ്ങളും അതിൽ മത്സരിക്കാൻ ഇറങ്ങിയ അതിപ്പോ ജയിക്കുകയോ തോക്കുക അത് പിന്നത്തെ വിഷയമാണ്. ഇറങ്ങുന്ന വ്യക്തികൾ കൃത്യമായിട്ട് ഇത് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ പാടുള്ളൂ എന്നുള്ളത്. നമുക്കുണ്ടായ സമൂഹത്തിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താം, പക്ഷെ നടത്തുക എന്നുള്ളത് മാത്രമല്ല എന്തായിരിക്കണം നമ്മൾ ചെയ്തിരിക്കേണ്ടത് എന്നുള്ള വ്യക്തമായ ധാരണ അവർക്ക് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ല, ഇതിനോട് ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അതായത് ഇപ്പോ എക്സാമ്പിൾ നമ്മുടെ ഇപ്പൊ ഈ ഭരണപക്ഷത്തേക്ക് നിലവിൽ ആരുടെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ട് കേട്ടോ.
ഓക്കെ. നിലവിലിരിക്കുന്ന ഭരണപക്ഷത്തെ കുറ്റം പറഞ്ഞുകൊണ്ടാണല്ലോ പിന്നെ ഓപ്പോസിഷനിലുള്ള ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വോട്ട് ചോദിച്ചു വരുന്നത്. അപ്പോൾ ഈ 5 വർഷ കാലയളവിൽ ഈ നിലവിലുള്ള ഭരണ സംവിധാനങ്ങളുടെ പോരായ്മ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ സ്ട്രെയിറ്റ് അവേ അത്തരം കാര്യങ്ങൾ ഫിക്സ് ചെയ്യിപ്പിക്കാൻ പരാജയപ്പെട്ടത് പ്രതിപക്ഷത്തിന്റെ കൂടി ഒരു പരാജയമല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അവരുടെ ഈ സമീപകാല ഭരണത്തിലോ അല്ലെങ്കിൽ ചെയ്ത പ്രവർത്തികളിലോ ഉള്ള പോരായ്മകളാണ് അവരെ തുടർച്ചയായിട്ട് ഭരിച്ചിട്ടുണ്ടിരുന്ന പലരും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുള്ള പോരായ്മകളായിരിക്കാം. അത് മാത്രമല്ല, പലപ്പോഴും ഈ പഞ്ചായത്ത് ഇലക്ഷനുകളൊക്കെ നമ്മൾ പ്രതിഫലിക്കപ്പെടുന്നത് നമുക്ക് വ്യക്തിപരമായ ആൾക്കാരോട് തോന്നുന്നൊരു ഇഷ്ടം ഒരു പരിധി വരെ ഉണ്ട്. അതിനെ പലപ്പോഴും ഒരു നല്ലൊരു മെജോറിറ്റി ആൾക്കാരും അവർ ഇഷ്ടപ്പെടുന്ന ചില സംവിധാനങ്ങളോടുള്ള താല്പര്യം, ചിലപ്പോൾ ഒന്നുകിൽ പാർട്ടി ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വിഷയങ്ങളാവാം, അതിനോട് കൂടുതൽ സ്നേഹവും അല്ലെങ്കിൽ അടുപ്പവും ഒക്കെ കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമീപനം ഇവിടെ കാണിക്കാറുണ്ട്. പക്ഷെ എങ്കിൽ കൂടി ജനങ്ങളെല്ലാം തന്നെ അത്തരത്തിൽ കാഴ്ചക്കാരല്ലാതെ, അതായത് കണ്ണ് അടച്ചു ചെയ്യുന്നവരല്ല ഭൂരിപക്ഷം ആൾക്കാരും. പലരും ചിന്തിക്കാറുണ്ട്, ഇത്തരം കാര്യങ്ങളൊന്നും നമുക്ക് നേടിയിട്ടില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ള തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് അവരെ നിഷ്കരണം അവരെ തള്ളിക്കളയാൻ ബാധിച്ച ഒരു യുവ സമൂഹം തന്നെയാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ആൾക്കാരുടെ വോട്ട് ഇവർക്ക് ലഭ്യമായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയായിരിക്കും പലരും നിലവിൽ നിന്നിരുന്ന പലരും തോൽക്കാനുള്ള കാരണം അത് തന്നെയായിരിക്കും കാരണം. ഓക്കെ. ഷാബുജി, ഇതിനോട് എങ്ങനെ കാണുന്നു ഈ കോൺവെർസേഷൻ? കൃത്യമായിട്ട് രണ്ട് സൈഡിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരുമാണ് ഇത് ഹെഡ് ചെയ്ത്. അപ്പോൾ ഈ ഒരു കോൺവെർസേഷൻ കേട്ടിട്ട് ഷാബുജിയുടെ ഒപ്പീനിയൻ എന്താണ് ഇതിൽ? പൊതുജനങ്ങളോട് ഞാൻ പൊതുജനങ്ങളോടൊരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ കഴിഞ്ഞ മാസം നാട്ടിൽ വന്നപ്പോഴേ നമ്മുടെ നാട്ടില് ഓരോ ജംഗ്ഷനിലും ഹൈമാസ്ക് ലൈറ്റുകൾ കത്തിക്കിടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ എല്ലാ നമ്മളെ വീട്ടിലേക്കൊക്കെ പോകുന്ന വഴികളിലെല്ലാം ഈ ലൈറ്റുകളെല്ലാം കത്തിക്കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് തീർച്ചയായിട്ടും ഇതിന്റെ മുമ്പ് വരുമ്പോ കണ്ടില്ലാത്ത ഈ 5 വർഷത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. അത് ഇലക്ഷന് മുന്നോടിയായിട്ട് നമ്മള് പലപ്പോഴും ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടിസ്ഥാന വികസനം എന്ന് പറഞ്ഞ് നമ്മൾ ആകെ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് റോഡിലെല്ലാം നല്ല വെളിച്ചവും നടക്കാനുള്ള ഒരു വഴി സംവിധാനവും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടൊരു വികസനം നടന്നു. പക്ഷേ പഞ്ചായത്ത് ഇലക്ഷൻ പലപ്പോഴും നമ്മൾ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുമ്പോഴേ ജയിക്കാൻ സാധ്യതയുള്ള ഒരു ആളിനെ നമ്മൾ കണ്ടെത്തി നിർത്തുന്നതാണ് പഞ്ചായത്ത് ഇലക്ഷൻ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ സൗഹൃദവും ബാക്കി കാര്യങ്ങളും ഒക്കെ കൊണ്ട് തന്നെ അവർ ജയിച്ചു വരും. പക്ഷെ എന്താണ് അവരുടെ ഡ്യൂട്ടി എന്നോ എന്താണ് അവരുടെ റെസ്പോൺസിബിലിറ്റി എന്നോ ആരാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? അപ്പൊ അവരെ ആരും പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ. ഈ 5 വർഷം ഭരിച്ചു കഴിഞ്ഞാൽ പോലും അവർക്ക് എന്താണ് അവരുടെ ഡ്യൂട്ടി എന്നോ റെസ്പോൺസിബിലിറ്റി എന്നോ അവർക്ക് അത് കഴിഞ്ഞിട്ടും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സ്ഥാനാർത്ഥി നിർണയമാണ് പലപ്പോഴും നടക്കുന്നത്. തീർച്ചയായും ഞാൻ അതിനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മുടെ ഈ പൊതുജനങ്ങൾ, അതായത് ഈ വോട്ടേഴ്സിന് ഇതിലൊരു വലിയ റെസ്പോൺസിബിലിറ്റി ഇല്ലേ? കാരണം ഇത്തരം ആൾക്കാർ അവിടെ വോട്ട് ചോദിച്ച് വരുമ്പോൾ തങ്ങളുടെ വാർഡിലെ അല്ലെങ്കിൽ തങ്ങളുടെ പഞ്ചായത്തിലെ പൊതു പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നിവരുടെ അടുത്ത് ചോദിക്കുവാനോ പറയുവാനോ, അല്ലെങ്കിൽ അത് ഇവര് ജയിച്ചു കഴിഞ്ഞാൽ അത് ശരിയാക്കുമെന്നോ ഒരു ഷുവർട്ടി, അങ്ങനെ ഒരു പ്രോമിസോ, അങ്ങനെ എന്തെങ്കിലും തന്നെ ഈ കാൻഡിഡേറ്റ്സിന്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുവാൻ പരാജയപ്പെടുന്നത് പൊതുജനങ്ങൾ കൂടി ഇതിന്റെ വലിയ ഒരു പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. അവരുടെ ഭാഗത്താണ് ഏറ്റവും വലിയ തെറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ഷാബുജിയുടെ അഭിപ്രായം എന്താണ് അതിനോട്? അല്ല, പൊതുജനങ്ങളുടെ ഭാഗത്ത് തെറ്റോ ഉള്ളത് കൊണ്ട് പൊതുജനങ്ങളാണല്ലോ ഇത് ഇത്രയും സഹിക്കേണ്ടത്. പക്ഷെ അവര് അങ്ങനെ പാർട്ടിക്ക് അതീതമായിട്ട് വികസനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പൊതുസമൂഹം നമ്മള് മുന്നിൽ വളർന്നു വരികയാണെങ്കിൽ ഈ പറയുന്ന എല്ലാത്തിനും മാറ്റം വരും. പക്ഷെ നമ്മളെപ്പോഴും ഈ വികസനവും അടിസ്ഥാന വികസനവും ഒന്നുമല്ല, അതിനൊക്കെ മുന്നില് രാഷ്ട്രീയം കാണുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ ഇതിൽ പരാജയപ്പെട്ടു പോകാറുണ്ട്. കാരണം നിൽക്കുന്ന വ്യക്തിക്ക് ഇതിന് കഴിവുണ്ടോ എന്നുള്ളത് നോക്കി ആ വ്യക്തിക്ക് ഇത് ചെയ്യാൻ കഴിയും എന്നുള്ളത് നോക്കി ഒരു അവസരം കൊടുക്കാൻ പോലും നമ്മൾ പലപ്പോഴും തയ്യാറാവാറില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ ഞാൻ ശ്രദ്ധിച്ചത്, ഈ ഇലക്ഷന് വേണ്ടിയിട്ട് ഓരോ വീടുകളും ചെല്ലുമ്പോൾ ഈ ഓരോ നോമിനേറ്റർ ചെല്ലുന്ന സമയത്ത് അവർ പറയുന്ന അഭിപ്രായം നമുക്കിത് കിട്ടിയില്ലെന്ന് മാത്രമേ പറയാനുള്ളൂ. അല്ലാതെ പൊതുവായിട്ട് നമുക്ക് കിട്ടേണ്ട ഒരു കാര്യം കിട്ടില്ല. എന്റെ വീട്ടിലേക്ക് എനിക്കിത് കിട്ടിയില്ല, എനിക്കിത് വേണ്ടേ. അപ്പൊ അത് പൊതുവായിട്ട് കിട്ടേണ്ട ഒരു വിഷയമാണോ ഇല്ലെന്നുള്ളതായിരിക്കില്ല. കാരണം എനിക്ക് കിട്ടിയില്ല എന്നുള്ള മാത്രം ചോദ്യം ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മുടെ ഈ പഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷം നിങ്ങൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇനി വരുന്ന 5 വർഷം നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്ന ഒരു വീടുകാരും ഉണ്ടാവാൻ സാധ്യത കുറവാണ്. വളരെ ചുരുക്കം ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടായിരിക്കും, അല്ലെങ്കിൽ സംസാരിക്കുന്നത് പ്രശ്നമാക്കി മാറ്റാറുണ്ട്. അതായത് അവരുമായിട്ട് വഴക്കുണ്ടാക്കാൻ തർക്കീന മാത്രം നിൽക്കുന്ന ഒരു സമീപനം ഉണ്ടാക്കാറുണ്ട്. അല്ലാതെ അതിനപ്പുറത്തേക്ക് നോമിനേറ്റ് ചെയ്യാൻ വരുന്ന ഏത് വ്യക്തിയായിരുന്നാലും അദ്ദേഹത്തോട് ചോദിക്കണം, നിങ്ങൾ 5 വർഷം എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഈ കഴിഞ്ഞ 5 വർഷത്തിൽ എന്താണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്നോ എന്ന് ചോദിക്കുന്ന ഒരു വോട്ട് സമ്മതി, അതായത് വോട്ടിടാൻ പോകുന്ന ഒരു വ്യക്തി പോലും ഒരു വീട്ടിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടാവുന്നതാണ് എന്റെ വളരെ ശരിയാണ്. ഇതിനോടൊപ്പം വേറെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാണ്ട്, ഇപ്പം സൗജി നാട്ടിൽ വന്ന സമയത്ത് കണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഹൈമാക്സ് ലൈറ്റുകളും മറ്റൊക്കെ, അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡുകളുടെ ഒക്കെ ഈ പേരുകൾ എഴുതി സൂചിപ്പിക്കുന്നത് ഏറ്റവും അപകർഷതാ ബോധം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. കാര്യം നമ്മുടെ പൊതുഖജനാവിൽ നടക്കുന്ന നമ്മുടെ ടാക്സിന്റെ പൈസ എടുത്ത് അവർ നമുക്കൊരു വികസന പ്രവർത്തനം നടത്തുമ്പോൾ ആ വ്യക്തിയുടെ പേരല്ല എഴുതി ചേർക്കേണ്ടത്. ഈ 2025-2030 കാലയളവിൽ ഈ സാമ്പത്തിക വികസന കാലഘട്ടത്തിൽ ഇവിടുത്തെ ഈ പഞ്ചായത്തിന്റെ
സാമ്പത്തിക ഫണ്ട് ഉപയോഗിച്ച് ചെയ്ത പ്രവർത്തനം ഇതാണ് എന്ന് കാണിച്ചുകൊണ്ട് ഒരു ബസ് സ്റ്റാൻഡ് വയ്ക്കാം, ഒരു ഹൈമാസ് ലൈറ്റ് വയ്ക്കാം. ഈ വ്യക്തിയാണ് ഇത് ചെയ്തതെന്ന് കാണിച്ചു വെക്കേണ്ട യാതൊരു കാരണമില്ലെന്നാണ് ഞാൻ സൂചിക്കുന്നത്. കാര്യം അത്തരം ചെയ്യുന്നത് വളരെ നികൃഷ്ടമായ കാര്യമാണ്. കാര്യം നമ്മുടെ ഓരോരുത്തരുടെയും പൈസ എടുത്തിട്ട് ഒരാൾ ചെയ്തിട്ട് അയാളുടെ പേര് വെക്കുന്നത് ഏറ്റവും നികൃഷ്ടമായ കാര്യമാണ്. അത്തരം ചെയ്യാതിരിക്കാനായിട്ട് വേണ്ടി നമ്മുടെ ഈ പ്രോട്ടോകോൾ അനുസരിച്ച് അതിനുള്ള നിബന്ധനകൾ ഉണ്ടാവണം, അത് നിർത്തലാക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാനും തീർച്ചയായിട്ടും അത് വലിയൊരു വിഷയം തന്നെയാണ്. കാരണം നമ്മുടെ ചെറുന്നൂർ പഞ്ചായത്തിലേക്ക് മുക്കിന് ബസ് സ്റ്റേഷനാണ്. അവിടെ അമ്പിളിച്ചന്ത സ്കൂളിന്റെ ഫ്രണ്ടിൽ. അപ്പോൾ ഓരോ പാർട്ടിക്കാരും അവരുടെ വികസനത്തിന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതുപോലെ ഹൈലി വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, എസ്പെഷ്യലി വിത്ത് ബസ് സ്റ്റാൻഡ്സ്. അവിടെ അടുത്തടുത്ത് ബസ് സ്റ്റാൻഡ്, ഒരു സ്ഥലത്ത് പട്ടി കയറി കിടന്നുറങ്ങുകയാണ് ചെയ്യുന്നത്. സാമൂഹ്യ വിരുദ്ധരും പിന്നെ അവിടെ രാത്രി കിടന്നുറങ്ങാറുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് അത് വലിയ പ്രയോജനമുള്ള സംഭവമൊന്നുമില്ല. അടുത്തടുത്ത് ബസ് സ്റ്റേഷനിൽ കൊണ്ടുവയ്ക്കുക. അതുപോലെ തന്നെ അതിലെല്ലാം തന്നെ ബഹുമാനപ്പെട്ട ഇന്ന എം എൽ എ അവരുടെ പേരുകൾ രേഖപ്പെടുത്തുന്നവരോടും സത്യം പറഞ്ഞാൽ അത് പൊതുജനങ്ങൾ തന്നെ മുന്നോട്ടിറങ്ങി അത് അത്തരം കാര്യങ്ങൾ കൂടുതൽ ഇൻവോൾവ് ആവുകയും ഇതൊക്കെ മാറ്റണമെന്ന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പൊ എന്തായാലും ഈ കോളിൽ പങ്കെടുത്തതിന് ഇതിനൊരു അപ്പീൽ കൊടുക്കാൻ കഴിയുമെന്ന് വെച്ചാൽ, പക്ഷേ ഒരു വ്യക്തിയായിട്ട് കൊടുക്കുമ്പോഴാണ് ബുദ്ധിമുട്ട്. അദ്ദേഹത്തിന് അതിന് പിറകെ നടക്കാനുള്ള അതിന്റെ സമയം നഷ്ടമാണ് കൂടുതൽ പ്രശ്നമാണ്. അത് പബ്ലിക് വിഷയമായിട്ട് കണ്ടുകൊണ്ട് അത് സർക്കാരിന്റെ നിവേദനം ഓരോ ഭാഗത്തുനിന്ന് കിട്ടുകയാണെങ്കിൽ അതിന് കൃത്യമായ സർക്കാർ തന്നെ ഇതിനെ ഇടപെട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണത്. തീർച്ചയായിട്ടും ഷാബുജി എന്തായാലും ഈ കോളിൽ പങ്കെടുത്തതിന് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വിളിച്ച് ചോദിച്ചിട്ട് നമുക്കിത് ഒബിയസ്ലി ഇതൊരു ജസ്റ്റ് ഒരു അവയർനെസ് ബേസിൽ നമ്മൾ ഈ കോളുകൾ പബ്ലിഷ് ചെയ്യുന്നതാണ്. സജു അതുപോലെ തന്നെ ഷാബുജി രണ്ടുപേർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. വളരെ സന്തോഷമുണ്ട്. കോൺഗ്രസ് ഉണ്ടാക്കുന്ന ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമായി കാണുന്നു. ഇതിന് മുന്നിട്ടിറങ്ങിയ ശ്രീ ദിലീപൻ അതുപോലെ തന്നെ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞ എനിക്ക് ഈ പറഞ്ഞ നമ്മളെ ഈ പ്രതിനിധീകരിക്കുന്ന സൗണ്ട് ഓഫ് സിറ്റിസൺ എന്ന ഗ്ലോബൽ മലയാളി സംഘടന ഇതിനൊക്കെ വളരെയധികം സപ്പോർട്ടീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും അതിനെ മുന്നോട്ട് വരാനും ഒക്കെ കാണിക്കുന്ന എല്ലാവർക്കും തന്നെ ഗ്ലോബൽ മലയാളി സംഘടന സൗണ്ട് ഓഫ് സിറ്റിസൺ പ്രവർത്തകർ എല്ലാവർക്കും തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഇൻവോൾവാൻ കഴിഞ്ഞാലും അവരിതിന്റെ മുന്നിട്ട് നിന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് എടുക്കുന്ന ഇനിഷ്യേറ്റീവിനും എല്ലാത്തിനും വളരെ അധികം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട്. എല്ലാവർക്കും നന്ദി. തീർച്ചയായിട്ടും സൗണ്ട് ഓഫ് സിറ്റിസൺ ഇത്തരം കാര്യങ്ങളിൽ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് സമൂഹത്തിൽ നിലയുറപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ജില്ലകളും, കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഞങ്ങളുടെ പ്രവർത്തകരുണ്ട്. കൃത്യമായിട്ടും വിവരാവകാശം പോലുള്ള പിന്നെ ഹെൽപ്ഫുൾ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് കറപ്ഷൻ ഇല്ലാതാക്കുവാനും അതുപോലെ കൃത്യമായ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാനൊക്കെ തന്നെ തയ്യാറാകുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.